വിജയമാഘോഷമാക്കി ശ്രീജേഷിന്റെ കുടുംബം പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും എറണാകുളം കിഴക്കമ്പലത്തെ വീട്ടിലെ ബന്ധുക്കൾ സന്തോഷം പങ്കുവച്ചു. വെങ്കല മെഡലുമായി എത്തുന്ന ശ്രീജേഷിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കുടുംബാംഗങ്ങൾ. പ്രതീക്ഷയോടെയായിരുന്നു കിഴക്കമ്പലത്തെ വീടും കുടുംബാംഗങ്ങളും കാത്തിരുന്നത്. ആ കാത്തിരിപ്പിനൊടുവിൽ ശ്രീജേഷ് വെങ്കലവുമായി എത്തുകയാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ മോൻ ഒത്തിരി വിഷമമായിരുന്നു. കഴിഞ്ഞ സെമിയിൽ ആ കളി വിട്ടുപോയിട്ട് അവന് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ കളി കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഒന്നും മിണ്ടിയെന്നല്ലാണ്ട് ഭയങ്കര ഒരു വിഷമമായിപ്പോയത്. സാധാരണ കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം വർത്തമാനം പറയണതാണ്. ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും വിളിച്ചിട്ട് വലിയ ഒരു മുഖഭാവം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. കളീനെക്കുറിച്ച് ഞങ്ങളൊന്നും ചോദിച്ചില്ല. കാരണം അവനത് ഭയങ്കര വിഷമമായിരുന്നു. ഇതേതായാലും റിട്ടയർമെൻ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ ആ കളിയോട് കൂടി വന്നു കഴിഞ്ഞിട്ട് തോറ്റു പോവുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര വിഷമമാണ്. ഒരു സ്വർണ്ണ മെഡലും കൊണ്ട് വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. സാരമില്ല, നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടി. എന്തായാലും വിരമിക്കുകയാണ്. അപ്പോൾ അതൊരു സമ്മാനമായി ഇന്ത്യൻ ടീം കൊടുക്കുകയാണല്ലേ? അങ്ങനെ തന്നെ വിരമിക്കൽ അത്രയും സന്തോഷത്തോടെയാണ്. ആ സന്തോഷത്തോടു കൂടി തന്നെയാണ് വരിക. ഒരു വെങ്കലമാണെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. റിട്ടയർമെൻറ്റ് മാച്ചാണ്. അത് ഒളിമ്പിക്സിലാണ്. നമുക്കൊരു മെഡൽ കേട്ടിട്ട് റിട്ടയർ ചെയ്യാൻ അതിലേക്കുള്ളിൽ വേറെ ഒന്നും പറയാനില്ലല്ലോ. ഓക്കെ, വളരെ ഏതും ദൈവം നമ്മുടെ ശരിക്കും ദൈവാനുഗ്രഹം ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന എല്ലാം ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന, കേരളീയരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. എന്താ പറയുക, ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. എന്താ പറയുക, ഒരു 2 തവണ അടുപ്പിച്ച് ഒളിമ്പിക്സിൽ മെഡൽ നേടുക, റിട്ടയർമെൻറ്റ് മാച്ചിൽ ഒരു മെഡലോടെ വിരമിക്കാൻ സാധിക്കുക, ഇതിൽ പരം ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം കൈവരിക്കാനില്ല. കുടുംബം എന്ന നിലയിൽ ഒരുപാട് സന്തോഷം. ആക്ച്വലി റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഒരു ഇമോഷൻ ഉള്ളതായിരിക്കും. ഇതിപ്പോൾ ഒരു മെഡലോടെ നമുക്കത് വേറൊരു ഫീലിംഗ് ആയി. ഒരുപാട് സന്തോഷം. ക്യാമറമാൻ ഫൈസലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.